എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൂന്നാർ പൂപ്പാറ ആനയിറങ്ങൽ ഡാമിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ്. ആ റിസോർട്ടിൻ്റെ മുകളിൽ ഒരു പോളികാർബണിൻ്റെ വർക്ക് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ടീം ചെയ്തിട്ട് ലീക്കായിട്ട് വർക്ക് ചെയ്യാൻ, അതായത് റിസോർട്ട് തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. അവർ ഈ റിസോർട്ട് റെൻ്റൊന്നും കൊടുക്കുന്നില്ല, കാരണം മൊത്തം ലീക്കാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഇതിൻ്റെ ഇടയിലുള്ള പർലിങ്ങിലെല്ലാം സെൽ ബോൾട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നല്ല ശക്തമായിട്ടുള്ള കാറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഷീറ്റ് പൊങ്ങിപ്പോകാതിരിക്കാൻ അവർ ചെയ്തിരിക്കുന്ന എളുപ്പ വഴിയാണ്. ശരിക്കും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല. വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ആളുകളോട് അന്വേഷിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ഈ കാറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ട്രെസ്സ് മാക്സിമം അടുപ്പിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ജോയിൻറ്റിൽ പ്രൊഫൈൽ വെച്ചതിന് ശേഷം മാത്രം സ്ക്രൂ അടിക്കുക. അല്ലാതെ ഇതേപോലെ സെൽ ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ ആ സെൽ ബോൾട്ടിൻ്റെ ക്രാക്ക് വരും. ക്രാക്ക് വന്ന് അത് ലീക്കാവുകയും ചെയ്യും. പിന്നെ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഭിത്തിയുടെ സൈഡ് അവർ സിമെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം നിൽക്കും എന്നല്ലാതെ അവിടുത്തെ ലീക്ക് മാറില്ല. ഭിത്തിയോട് ചേർത്ത് പോളികാർബൺ വെക്കുമ്പോൾ അതിന് മുകളിൽ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സിമെൻറ്റ് ഒരു കാരണവശാലും പോളികാർബണിനായിട്ട് പിടുത്തം വരാത്തതുകൊണ്ട് അത് വീണ്ടും ക്രാക്ക് വീണ് മഴവെള്ളം അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് ഡ്രോപ്പായിട്ട് താഴോട്ട് വീഴും. അപ്പോൾ ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് ഫ്ലാഷിംഗ് ആണ് വെക്കേണ്ടിയിരുന്നത്. അത് ഫ്ലാഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഭിത്തിയോട് ചേർത്തിട്ട് കോൺക്രീറ്റ് കട്ടിങ് വീല് കൊണ്ട് കട്ട് ചെയ്തിട്ട് വാട്ടർ ലെവലിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മെറ്റൽ ഷീറ്റ്, അലൂമിനിയോ GA ഷീറ്റോ അത് കയറ്റി പോളികാർബണിലേക്ക് ബെൻഡ് ചെയ്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് ആ കട്ട് ചെയ്ത ഗ്യാപ്പിൽ സിലിക്കൺ പ്രോപ്പറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് വരില്ല. പക്ഷേ ഇവിടെ അത്തരത്തിൽ ചെയ്യാൻ ഇനി നിർവാഹമില്ല. അവർ അത്തരത്തിൽ ചെയ്തു വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലൊരു സിംഗിൾ സ്ലോപ്പ് മോഡൽ 2 അടി വീതിക്ക് റൂഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഷീറ്റ് ഇടാൻ പോകുന്നത്. ഷീറ്റ് ഇട്ട് ലീക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അത് ഈ ഷീറ്റ് ഇടുമ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡുണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡിൽ ഈ കാണുന്ന കട്ടായിട്ട് കേൾക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനും കൂടിയും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഷീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇവിടെ നല്ല ശക്തമായിട്ടുള്ള കാറ്റുള്ളതാണ്. കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം അകത്തോട്ട് പോകും. അപ്പോൾ അത് ലീക്ക് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലൂടെ ഇടുന്ന ഷീറ്റ് ഈ ഹാൻഡ് റെയിലിൻ്റെ അടിയിലൂടെ ഇപ്പുറത്തേക്ക് ഈ ബ്രിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം. അല്ലെങ്കിൽ കണ്ടോ ഇത്രയും ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പിലൂടെ വെള്ളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലീക്ക് പഴയപടി തന്നെ ഇരിക്കും. അപ്പോൾ ഈ കട്ട കെട്ടിയിരിക്കുന്ന പോർഷൻ വരെ താഴോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബെൻഡ് ചെയ്ത് ഷീറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് ആ ഷീറ്റ് ഫിക്സ് ചെയ്യുന്ന ഇതിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് മുകളിൽ കുറച്ച് ക്രാക്ക് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാകണ്ടോ, സെൽ ബോൾട്ട് അടിച്ചിട്ട് അതിൻ്റെ ചുറ്റും ക്രാക്കായിരിക്കണം. അറിയാമല്ലോ, പോളികാർബൺ എന്തായാലും വെയിൽ കൊള്ളുമ്പോൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് ഹീറ്റാകുമ്പോൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെ ക്രാക്ക് വീഴും. ബോൾട്ടിൽ നിന്ന് ലൂസ് ഇല്ലാത്തതുകൊണ്ട് അത് ക്രാക്ക് വീഴും. അപ്പോൾ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഗ്യാപ്പിലൂടെ വെള്ളം അകത്തേക്ക് വരും. അപ്പോൾ ഇതൊക്കെ വർക്ക് അറിയാത്ത ആളുകളാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് അറിയാത്ത ആളായിരിക്കില്ല ഈ വർക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ പണിക്കാർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഗൗരവമില്ലാത്ത, അതായത് നോർമലി ഷീറ്റ് മാത്രം അടിച്ച് പരിചയമുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ ഈ പോളികാർബൺ ഫിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല. പോളികാർബൺ ചെയ്ത് പരിചയമുള്ള ഒരാളും ഇത്തരത്തിൽ ചെയ്യില്ല. അപ്പോൾ ഈ പോളികാർബണിൻ്റെ മുകളിൽ പ്രൊഫൈൽ വെക്കുമ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ളൊരു 2-3 ഗ്യാപ്പ് കൊടുത്തിട്ട് അതിൽ കൃത്യമായിട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റുള്ള സ്ഥലങ്ങളിൽ ക്രോസായിട്ട് ചാനൽ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഷീറ്റ് കാറ്റത്ത് പറക്കില്ല, വെള്ളം ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ അതിന് പകരം ഒരു സെൽ ബോൾട്ട് അടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ഒരു 2 mm തിക്കൻസ് ഉള്ള പോളികാർബണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എംബോസ്ഡ് മറ്റേ ഗ്രിപ്പ് ക്രിസ്റ്റൽ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 mm ക്രിസ്റ്റൽ വരുമ്പോൾ അതിൻ്റെ തിക്കൻസ് ഒന്നും കൂടി കുറയും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ താഴെ ക്രാക്ക് കണ്ടോ, സെൽ ബോൾട്ട് അടിച്ചിരിക്കുന്നിടത്ത് ക്രാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ സെൽ ബോൾട്ട് അടിച്ചിട്ട് ക്രാക്ക് വീണിരിക്കുകയാണ്. ജോയിൻറ്റിൽ മാത്രമായിട്ട് അടിച്ചിട്ട് കണ്ടോ,
ഇത് ശരിക്കും പറഞ്ഞാൽ പോളികാർബൺ 4 അടി വീതിയുള്ള പോളികാർബണിന് 4 അടി തന്നെയാണ് ട്രസ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 1 അടി ഗ്യാപ്പിൽ കൊടുക്കണമെന്നൊക്കെയാണ് പോളികാർബണിൻ്റെ കമ്പനിക്കാർ പറയുന്നെങ്കിലും കുറഞ്ഞതൊരു 2 അടി ഗ്യാപ്പിലെങ്കിലും, അല്ലെങ്കിൽ അതിൽ കുറവാണ് ഏറ്റവും ബെറ്റർ, 2 അടി ഗ്യാപ്പിലെങ്കിലും ട്രസ് വരുന്ന രീതി ചെയ്താൽ ഈ തരത്തിലുള്ള ക്രാക്കുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ഗ്യാരണ്ടി ഉള്ള ഷീറ്റുകളാണെങ്കിൽ പോലും ഇത്തരത്തിൽ ക്രാക്ക് വീണാൽ നമുക്ക് മാറ്റി കിട്ടില്ല, കാരണം ചെയ്തിരിക്കുന്നത് തെറ്റായ രീതിയാണ്. പിന്നെ ചില പോളികാർബണുകളിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ടെങ്കിലും ഇത് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കണ്ടോ, സിമെൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ താഴെ ഗ്യാപ്പ് വന്നിരിക്കുന്നത്, മുകളിലും ക്രാക്ക് വീണുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം വെള്ളം അകത്തോട്ട് ഒഴുകി വരും. ഈ ഗ്യാപ്പിലൂടെയൊക്കെ കാറ്റുള്ളതുകൊണ്ട് ശക്തിയായിട്ട് വെള്ളം അടിച്ച് കയറി താഴോട്ട് ലീക്ക് വരും. നമുക്ക് എന്തായാലും ഷീറ്റ് ഫിക്സ് ചെയ്യുന്നതിലേക്ക് നോക്കാം. ഷീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലെയിൻ ഷീറ്റ് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഈ ഹാൻഡ് റെയിലിലെ പില്ലറിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോർഷൻ കട്ട് ചെയ്യണം, കാരണം നമുക്ക് പില്ലറിൻ്റെ പോയിൻ്റ് മാത്രം പോരാ, അകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൻഡ് ചെയ്ത് വെക്കാനുള്ള ലെങ്ത് കൂടി വേണം. അപ്പോൾ ആ രീതിയിൽ അളവെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് ഹാൻഡ് റെയിലിൻ്റെ പില്ലറിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തു. ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കയറ്റി വെച്ച് നോക്കാം. ഗ്യാപ്പിലേക്കാണ് കയറ്റേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റോപ്പും കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റിയാണ് ഒരു ടാർപോളിൻ ഷീറ്റൊക്കെ കെട്ടി വെച്ചിരുന്നതാണ് അവർ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലേക്ക് നമുക്ക് ഷീറ്റ് ഫുള്ളായിട്ട് ഹാൻഡ് റെയിലിൻ്റെ അടിയിലൂടെ അകത്തേക്ക് പോകണം. അത് കൃത്യമായിട്ട് കടത്തി വെക്കാം. ഇപ്പോൾ ടൈറ്റിലകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ബെൻഡ് ചെയ്യാനുള്ള അളവ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ കട്ട് ചെയ്ത പോർഷൻ കൃത്യമായിട്ട് കയറ്റിയിട്ടുണ്ട്. അതുപോലെ പറലിൽ നിന്നുള്ള പ്രൊജക്ഷന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു 2 ഇഞ്ചോളം പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി അകത്തുള്ള പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യണം. ഹാൻഡ് റെയിൽ കഴിഞ്ഞിട്ട് ഈ ബ്രിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ബെൻഡാക്കണം. അപ്പോൾ അതിനുള്ള മാർക്ക് അളവെടുത്തിട്ട് നമുക്ക് 2 സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം അത് ബെൻഡ് ചെയ്തെടുക്കണം. ബെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് മെഷീനും പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ സൈറ്റുകളിൽ ചെയ്യുന്ന ഒരു എളുപ്പ പരിപാടി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കിത് ബെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് മടങ്ങി വെള്ളം അടിച്ച് കയറാത്ത രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഈ സൈഡിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത്. കണ്ടോ, നമ്മുടെ ആ കട്ട കവർ ചെയ്യുന്ന രീതിയിൽ അവിടെ എൽ ഷേപ്പിൽ ബെൻഡാവണം. അപ്പോൾ എന്തായാലും നമുക്കിത് ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയിട്ടിരിക്കും. ബെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹാൻഡ് റെയിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ചാട്ടം മാർക്ക് ചെയ്ത് കൈ കൊണ്ട് ഇടിച്ചാണ് ബെൻഡ് ചെയ്യുന്നത്. എന്താ പറയുക, റബ്ബർ ടൈപ്പ് ഹാമറോ അല്ലെങ്കിൽ ചെരുപ്പൊക്കെ വെച്ച് അടിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ട്യൂബ് വെച്ചിട്ട് ബെൻഡ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ട്യൂബും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്ജിൽ കൃത്യമായിട്ട് 2 സൈഡിലും അളവ് മാർക്ക് ചെയ്ത് വെച്ച ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഇടിച്ച് ബെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് പ്രസ് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. അപ്പോൾ ആവശ്യത്തിന് എത്ര ഡിഗ്രി ബെൻഡ് വേണോ അത് ഏകദേശം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അല്ലാതെ ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ടൂൾസ്, അതായത് ബെൻഡ് ചെയ്യാനുള്ള പൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ബെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇത്രയും കൂടുതൽ ബെൻഡ് ചെയ്താൽ കയറുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. എന്തായാലും നമുക്ക് ബെൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബെൻഡിങ് ക്ലിയറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഷീറ്റ് കയറ്റി കഴിഞ്ഞപ്പോൾ ഈ എഡ്ജിൽ മുട്ടുന്ന ഒരു ചെറിയ പോർഷനുണ്ട്, കോർണറാണത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത്തരത്തിൽ നമുക്ക് കൃത്യമായിട്ട് കവറിങ് കിട്ടും. അപ്പോൾ ഒരു കാരണവശാലും കാറ്റടിച്ചിട്ട് ഈ ഗ്യാപ്പിലൂടെ വെള്ളം കയറില്ല. ആണോ, ഈ സൈഡിൽ കൂടെ, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഹൈറ്റിലേക്ക് എന്തായാലും തിരിഞ്ഞ് വെള്ളം കയറാത്തതുകൊണ്ട് കാറ്റടിച്ചാലും ആ ബ്രിക്കിൽ തട്ടി താഴെ തന്നെ വീഴും. ഇതിന് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഫിക്സ് ചെയ്ത് താഴെ ഈ ഭിത്തിയിലോട്ട് കോൺക്രീറ്റ് ആണിയൊക്കെ ഫിക്സ് ചെയ്യണം. ഈ വർക്കിൻ്റെ ഒരു അവസ്ഥ നോക്കണേ, കാരണം ലീക്ക് വന്നിട്ട് വെള്ളം വീഴാതിരിക്കാൻ അതിൻ്റെ മുകളിൽ ടാർപോളിൻ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. പോരാത്തതിന് കാറ്റുള്ളതുകൊണ്ട് പറന്നു പോകാതിരിക്കാൻ ആരോ കട്ടയൊക്കെ കയറ്റി വെച്ചു. കാരണം ഈ പോളികാർബണിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ വെയിറ്റൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ വർക്ക് എടുത്ത ആളുടെ ആയിരിക്കില്ല ഈ പ്രശ്നം. വർക്ക് ചെയ്യുമ്പോൾ പണിക്കാരെയൊക്കെ ഏൽപ്പിച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അത്തരത്തിൽ വന്ന് ചെയ്യുന്ന പണിക്കാർക്ക് വർക്ക് കൃത്യമായിട്ട് ചെയ്യാനറിയാമോ എന്നും കൂടി വർക്ക് എടുക്കുന്ന ആൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്.
കാരണം ഒട്ടനവധി ആളുകൾ വർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്ന് ഓരോ ടീമിൻ്റെ കെയർ ഓഫിൽ ചെന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലീക്ക് ഉള്ളിടത്തെല്ലാം ഷീറ്റ് പിടിപ്പിച്ചു. ഷീറ്റിൻ്റെ ഉള്ളിൽ സിലിക്കൺ അടിക്കുകയാണ്. സിലിക്കൺ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജോയിൻറ്റിൽ നേരെ അടിച്ചു കഴിഞ്ഞാൽ ലീക്ക് വരും. അപ്പോൾ നമ്മൊരു കുറഞ്ഞത് 1 ഇഞ്ചെങ്കിലും അകത്തോട്ട് കയറ്റി ഇത്തരത്തിൽ സിലിക്കൺ അടിച്ചതിന് ശേഷം ആ ഷീറ്റ് ആ സിലിക്കണിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കാരണവശാലും ലീക്ക് വരില്ല. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല, 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജിൽ നമുക്ക് ആവശ്യമുള്ള പൈപ്പിൻ്റെ നേരെ തന്നെ സ്ക്രൂ അടിച്ചു കൊടുക്കാം. എത്ര ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാലും സിലിക്കനുള്ളിൽ പക്കയായിട്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം ഈ എഡ്ജിലൂടെ ഒരു അല്പമെങ്കിലും അകത്തേക്ക് കയറിയാൽ പോലും ആ സിലിക്കണിനെ കവർ ചെയ്ത് അകത്തോട്ട് പോവില്ല, അപ്പോൾ ലീക്ക് ഉണ്ടാവില്ല. പിന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ മാക്സിമം വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു ബോധ്യമെങ്കിലും നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ കംപ്ലൈൻറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അത്തരത്തിലാണെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭിത്തിയുടെ സൈഡിൽ ഇനി ലീക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. അത്രയും ക്ലിയറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പുകളിൽ ഒരു കാരണവശാലും ലീക്ക് വരില്ല. ലീക്ക് വരാൻ സാധ്യതയുള്ള ഗ്യാപ്പെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി പോളികാർബണിൻ്റെ ഈ സെൽ ബോൾട്ടൊക്കെ അടിച്ചാക്കുന്ന സ്ഥലം നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മടക്കി ഇപ്പുറത്തേക്ക് അടിച്ചിട്ടുണ്ടാകും. കാരണം വെള്ളം കാറ്റടിച്ച് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ഇനി കോൺക്രീറ്റ് ആണ് കൂടി വെച്ചിട്ട് അത് ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും, അപ്പോൾ ലീക്ക് വരില്ല.